തൊഴിൽ കേന്ദ്രത്തിലേക്ക് ചരിത്രവും വർത്തമാനവും എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത്. സമം എന്ന ആശയം ഏറെ പ്രസക്തമാകുന്ന പുതിയ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ 1948 അന്തർജന സമാജം പുറത്തിറക്കിയ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നു. പുസ്തകത്തെപ്പറ്റിയും നാടകത്തെപ്പറ്റിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളാണ് ഇന്ന് ഈ സദസ്സിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ സമയപരിമിതിയും ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറും വിൽപ്പന വിഭാഗം മേധാവിയുമായ ഡോക്ടർ ഷിബു ശ്രീധറാണ്. സാറിനെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരിയായ ഡോക്ടർ ആർ ബിന്ദു ആണ്. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ജനകീയ മന്ത്രിയായി നമ്മുടെ മുന്നിൽ എപ്പോഴുമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മന്ത്രിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് ഡോക്ടർ PS ശ്രീകല അവർകളാണ്. ശ്രീകല ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്വന്തമാണ്. ഞങ്ങളുടെ മുൻ ഡയറക്ടറാണ്. ഇപ്പോൾ കേരള നോളജ് ഇക്കണോമി മിഷൻ്റെ ഡയറക്ടറാണ്. ടീച്ചറെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ ആമുഖ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് മുൻ PSC അംഗവും എഴുത്തുകാരിയുമായ ആർ പാർവതി ദേവിയാണ്. ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ടീച്ചറെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് ആശംസകൾ അറിയിക്കാൻ എത്തിയിരിക്കുന്നത് സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും മുൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടറുമായ ഡോക്ടർ മ്യൂസ് മേരി ജോർജാണ്. ടീച്ചറെയും യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിവിടെ കൂടാൻ കാരണക്കാരിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗ്രന്ഥകാരി ഡോക്ടർ ബീന KR, പ്രിയപ്പെട്ട ടീച്ചറെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന് നന്ദി അർപ്പിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സബ് എഡിറ്ററായിട്ടുള്ള ശ്രീരാജ് KV ആണ്. ശ്രീരാജിനും സ്വാഗതം. ഇവിടെ കൂടിയിട്ടുള്ള മാധ്യമപ്രവർത്തകർ, മറ്റ് സുഹൃത്തുക്കൾ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് എന്നും ചേർന്ന് നിൽക്കുന്നവർ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകൾ, ഡോക്ടർ PS ശ്രീകല ടീച്ചർ, മ്യൂസ് മേരി ജോർജ്, ഗ്രന്ഥകർത്താവ് ബീന KR, മറ്റ് സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. രണ്ടുപേര് ഞങ്ങളുടെ മുൻ ഡയറക്ടർമാരാണ്. ടീച്ചറും അധ്യാപികയാണ്. സാധാരണ നമ്മൾ പറയും ഞങ്ങളുടെ പരിപാടികളിലെല്ലാം സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന്. ഇന്നിപ്പോൾ അത് പൂർണ്ണമായിട്ട് ഉറപ്പാക്കിയിട്ടുണ്ട്. ഞാനും ശ്രീരാജും മാത്രമാണ് ഇവിടെ പുരുഷന്മാരായിട്ടുള്ളത്. എന്തായാലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വളരെ സന്തോഷമുണ്ട്. 1948 സമലോക നീതിയെക്കുറിച്ച് വിളംബരം ചെയ്ത ഒരു ഉദാത്തമായ കലാസൃഷ്ടി പുസ്തക രൂപത്തിൽ വീണ്ടും പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അത് ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. ഈ സമലോക നീതി ഇന്ന് അതിനുശേഷം 75 വർഷമായി ഈ കലാസൃഷ്ടി അരങ്ങത്ത് വന്നിട്ട്. അതിനുശേഷമാണ് UN മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളെല്ലാം ഇത് പറയുന്നത്. സ്ത്രീകളുടെ ശാക്തീകരണവും മറ്റും പറയുന്നത്. അതിലേക്ക് കേരളം നൽകിയ സംഭാവനയാണ് ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതിൽ പ്രസാദകരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രിയെ പുസ്തകം പ്രകാശനം ചെയ്യാൻ ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കാനായി ഡോക്ടർ PS ശ്രീകല ടീച്ചറെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ
കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്രീ ഷിബു, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനിയായ ഡോക്ടർ PS ശ്രീകല, ഡോക്ടർ മ്യൂസ് മേരി ജോർജ്, പുസ്തകം രചിച്ച പ്രിയപ്പെട്ട ബീന, മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സാമൂഹ്യ രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു സർഗസൃഷ്ടിയെ സംബന്ധിച്ച് വിശദമായി പഠിക്കുന്ന ലേഖനങ്ങൾ സമാഹരിച്ചുകൊണ്ട് ബീന തയ്യാറാക്കിയ ഈ പുസ്തകം ഒരുപാട് പേർ വായിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ആശംസിക്കാനുള്ളത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ദേശീയ പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനങ്ങളും കേരളത്തിൻ്റെ മണ്ണിൽ നന്നായി ഉയർത്തിവിട്ട സമത്വാഭിലാഷങ്ങളും സ്വാതന്ത്ര്യ പ്രതീക്ഷകളുമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സമ്പൂർണമായും സ്ത്രീകളാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സർഗ അനുഭവം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ നാനാമുഖമായിട്ടുള്ള അസമത്വങ്ങളും അനീതികളും വിവേചനങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടുള്ള സങ്കടങ്ങളും നിവൃത്തികേടുകളും നിറഞ്ഞ ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രമേയം കേന്ദ്രമാക്കി രചിക്കപ്പെട്ട ഒരു നാടകം. ആ നാടകത്തെ സംബന്ധിച്ച വിശദ പഠനങ്ങളാണ് ഈ പുസ്തകത്തിൽ സമാഹരിക്കപ്പെടുന്നത്. ഈ നാടകത്തിന് വലിയ കാലിക പ്രസക്തിയുണ്ട് എന്ന് മാത്രമല്ല, ഈ കാലത്തും അതിൻ്റെ പ്രസക്തി നല്ല നിലയിൽ ശക്തമായി തുടരുന്നുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ മനുഷ്യൻ എന്ന മഹാപദത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ നവോത്ഥാന ആചാര്യന്മാർ സമത്വവാദപരമായ ദർശനങ്ങളാൽ പുഷ്ടിപ്പെട്ട നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ തിരുത്തൽ ശക്തികളായി നിലകൊണ്ടതിൻ്റെ ബാക്കിപത്രമാണ് ഒരുപക്ഷെ നാം മുന്നോട്ട് വയ്ക്കുന്ന അഭിമാനകരമായിട്ടുള്ള കേരള മാതൃക. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മനുഷ്യൻ എന്ന ആ മഹാപദത്തിൽ സ്ത്രീകളും ഉൾക്കൊള്ളുന്നു എന്ന കാഴ്ചപ്പാടാണ്. ആ കാലയളവിൽ രൂപീകൃതമായ എല്ലാ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ത്രീ പ്രശ്നങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരുന്നത്. നമ്മുടെ സമൂഹത്തിലെ വലിയ ഒരു സജീവ ധാരയായിട്ട് തന്നെ സ്ത്രീ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം ശക്തമായി ഉൾക്കൊള്ളാൻ ആ ഓരോ വിമോചന പ്രസ്ഥാനങ്ങളും പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അനുഗ്രഹം തീർച്ചയായും നമ്മുടെ സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം 2 കൊച്ചു പദങ്ങളാണ് അതിലുള്ളത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ആ 2 കൊച്ചു പദങ്ങളിലൂടെ വളരെ വിസ്ഫോടകമായിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള ഒരു സന്ദേശമാണ് VTയുടെ തലമുറ മുന്നോട്ട് വച്ചത്. വളരെ സങ്കുചിതമായിട്ടുള്ള ഗാർഹിക പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇടുങ്ങിയ ഇടങ്ങളിൽ നിന്നും കുടുംബപരമായ ഉത്തരവാദിത്വത്തിൻ്റെ ആ കിടുസായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് കൂടുതൽ വിശാലമായിട്ടുള്ള പൊതുമണ്ഡലത്തിലേക്ക്, സക്രിയമായിട്ടുള്ള സാമൂഹിക ഇടപെടലുകളിലേക്ക്, തൊഴിലിലേക്ക് ഒക്കെ കടന്നു വരണമെന്ന് സ്ത്രീകളോടുള്ള ആഹ്വാനമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രയോഗം തന്നെ. ഒരു പക്ഷേ ലോകത്തിലെ സ്ത്രീ വിമോചന വേദികളിലൊക്കെ പരിശോധിച്ചാൽ ഇത്രയും വിസ്ഫോടകമായിട്ടുള്ള ഒരു മുദ്രാവാക്യം വേറെ ഉണ്ടോ എന്നുള്ളത് സംശയകരമാണ്. സ്ത്രീകളുടെ സമൂഹത്തിലെ പദവിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള എല്ലാ ആലോചനകളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രമേയമാണ് ആ മുദ്രാവാക്യത്തിലൂടെ അല്ലെങ്കിൽ ആ തലക്കെട്ടിലൂടെ കേരളീയ സമൂഹത്തിൽ പറഞ്ഞു വയ്ക്കപ്പെട്ടത്. യോഗക്ഷേമ നാടകത്രയം എന്ന് വിളിക്കുന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ഋതുമതി, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, ഈ 3 നാടകങ്ങളും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മുഖ്യ വിഷയമാക്കി അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളാണ്. പക്ഷേ ആ നാടകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക പുരുഷരായിട്ടുള്ള രക്ഷാകർതൃ ബിംബങ്ങൾ അവയിലുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ സ്ത്രീ പ്രശ്നങ്ങളോട് അനുഭാവമുള്ള പുരുഷന്മാരുടെ ഒരു സജീവ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്നുണ്ട്.
സ്ത്രീകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള തങ്ങളുടെ ചുമതല അവർ നിറവേറ്റുന്നതായി കാണപ്പെടുന്നുണ്ട്. അതിനെ ഒട്ടും കുറച്ച് കാണാൻ നമുക്ക് പറ്റില്ല. എങ്കിൽ പോലും സ്ത്രീകൾ സ്വന്തം നിലയിൽ സമൂഹത്തിലേക്കും ചരിത്രത്തിലേക്കും മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും ഒക്കെ കടന്നു വരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർണ്ണമായും അവർ മുൻകൈ എടുത്തുകൊണ്ട് സാക്ഷാത്കരിച്ച ഒരു നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ളത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം ഋതുമതി ഇതിൻ്റെ ഒരു സ്വാഭാവിക തുടർച്ച എന്ന നിലയിൽ തന്നെ പ്രത്യേകമായി വേറിട്ട് നിൽക്കുന്ന അസ്തിത്വമാണ് ഈ നാടകത്തിനുള്ളത്. ആ നാടകത്തിൽ പൂണൂലും താലിയും ഒരുപോലെ പൊട്ടിച്ചെറിയാനുള്ള ഒരു ആർജവം, തൻ്റേതായ ഇടം ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യകത ബോധ്യപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയുന്നു. പാർവതിയും ദേവകിയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആ ഭൂമികയിൽ രണ്ട് വ്യത്യസ്ത മുഖങ്ങളോടെ നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. പാർവതി ഒരു ബുദ്ധിജീവി സ്വഭാവത്തിൽ ഈ കാര്യങ്ങളുടെ ആകെ താത്വിക വിചാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ മറ്റേയാൾ ജീവിതത്തിൻ്റെ എല്ലാ അഭിനിവേശങ്ങളിലും തൽപരയായി നിന്നുകൊണ്ട് തന്നെ ജീവിതത്തെ സ്ത്രൈണതയൊക്കെ ആഘോഷിച്ചുകൊണ്ട് തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കെതിരെ പ്രതിരോധത്തിൻ്റെ പരിച ഉയർത്തിപ്പിടിക്കുന്ന വളരെ മിടുക്കിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അവർ രണ്ടുപേരും കൂടി ദേവസേന എന്ന് പറയുന്ന വളരെ ദൈന്യതയോടെ അന്നത്തെ പുരുഷാധിപത്യ ആവിഷ്കാരങ്ങൾക്ക് മുൻപിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ ഇഷ്ടപ്പെടാത്ത വിവാഹത്തിൻ്റെ അടിച്ചേൽപ്പിക്കലുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്നുള്ളതാണ് നാടകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം. അന്ന് 1944 EMSൻ്റെ ഓങ്ങല്ലൂർ പ്രസംഗം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിട്ടുള്ളത്. നമ്പൂതിരിമാരോട് മനുഷ്യരാകാനുള്ള ആഹ്വാനം, അധ്വാനിച്ച് ജീവിക്കാനുള്ള ആഹ്വാനം എന്ന നിലയിലാണ് പലപ്പോഴും അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ പ്രസംഗത്തിനകത്ത് അന്തർജനങ്ങളുടെ ദയനീയമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള പരാമർശമുണ്ട്. സ്ത്രീ വിമോചനത്തിൻ്റെ മുന്നുപാധി എന്ന് പറയുന്നത് സാമ്പത്തിക സ്വയം പര്യാപ്തതയാണ്, തൊഴിൽ ചെയ്ത് ജീവിക്കലാണ് എന്ന് സ്ത്രീകളോടും കൂടി വളരെ കൃത്യമായിട്ട് സഖാവ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ആ പ്രസംഗത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അന്തർജനങ്ങളുടെ നേതൃത്വത്തിൽ അന്തർജന സമാജവും പിന്നീട് തൊഴിൽ കേന്ദ്രം എന്ന നിലയിൽ തൊഴിൽ പരിശീലനത്തിനും തൊഴിലിലേക്ക് പോകാനുള്ള സാധ്യതയും ഒക്കെ ഒരുക്കിക്കൊണ്ട് ഒരു തൊഴിൽ കേന്ദ്രം സ്ഥാപിതമാകുന്നത്. ആ തൊഴിൽ കേന്ദ്രത്തിലേക്കാണ് ഇഷ്ടപ്പെടാത്ത വിവാഹത്തിൽ നിന്ന്, അതായത് കണക്കു പറഞ്ഞ് സ്ത്രീധന തുകയുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച ഇഷ്ടപ്പെടാത്തൊരു വിവാഹത്തിൽ നിന്ന് ദേവസേനയെ രക്ഷിച്ച് കൊണ്ടുപോകാൻ പാർവതിയും ദേവകിയും ശ്രമിക്കുന്നത്. ഇതൊരു യഥാർത്ഥ സ്ത്രീയുടെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. കാവുങ്കര ഭാർഗവി എന്ന ഒരു സ്ത്രീയുടെ യഥാർത്ഥ ജീവിതകഥയിൽ നിന്നാണ് ഇതിൻ്റെ കഥാതന്തു ഉരുവം കൊള്ളുന്നത്. അന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ ബഹുഭാര്യാത്വം, വിധവകൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാട്, ബാല്യവിവാഹം, കണക്കു പറഞ്ഞ് സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് വൃദ്ധരായിട്ടുള്ളവർക്ക് നന്നേ ചെറിയ അന്തർജന കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു സമീപനങ്ങൾ, ഇതൊക്കെ തെഴുത്തു നിന്നിരുന്ന ഒരു കാലം കൂടിയാണ്. നമ്മുടെ കർണാടകയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ വിലപേശി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് കേരളീയ സമൂഹത്തിലെ ജാതി ശ്രേണിയിലെ ഏറ്റവും മേൽത്തട്ടുകാരെന്ന് പറയുന്ന അന്തർജനങ്ങൾ അങ്ങനെ പോകാൻ വിനീത വിധേയരായി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലത്താണ് വിമോചനത്തിൻ്റെ പാതയിലേക്ക് ദേവസേനയുടെ കൈപിടിച്ചു കൊണ്ടുപോകാൻ പാർവതിയും ദേവകിയും നാടകത്തിലും കാവുങ്കര ഭാർഗവിയെ രക്ഷിക്കാൻ ആര്യപ്പള്ളത്തിൻ്റെ നേതൃത്വത്തിൽ ജീവനുള്ള സ്ത്രീകളും പരിശ്രമിക്കുന്നത്. തൊഴിൽ കേന്ദ്രത്തിലേക്കുള്ള കൊണ്ടുപോക്കൽ സജീവമായിട്ടുള്ള കർത്തൃത്വത്തിലേക്കുള്ള സ്ത്രീയുടെ നീക്കമാണ്. ചരിത്രത്തിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കുമൊക്കെയുള്ള സ്ത്രീകളുടെ സ്വന്തം നീക്കമാണ് അത് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം നമുക്ക് കാണാൻ കഴിയും. തൊഴിൽ ചെയ്ത് ജീവിക്കലാണ്, സ്വന്തം കാലിൽ നിൽക്കുകയാണ് അവനവൻ്റെ ഇടം ഉറപ്പിച്ചെടുക്കാൻ സ്ത്രീകൾക്ക് വേണ്ടത്. അതിനുശേഷം മാത്രം മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാമെന്ന സൂചനയാണ് നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. വിവാഹം, കുടുംബം തുടങ്ങിയ
ആ സങ്കല്പനങ്ങളെ കുറിച്ചുള്ള സാമ്പ്രദായിക ധാരണകൾ വലിയ രീതിയിൽ സ്ത്രീകളെ അടിച്ചമർത്തി ഒരു മൂലയിൽ തള്ളിയിരുന്ന ആ കാലത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കുള്ള ആർജവത്തോടു കൂടിയുള്ള കടന്നുവരവ്, തൻ്റെ ഇടത്തോടു കൂടിയുള്ള സ്ത്രീകളുടെ കടന്നുവരവ്, അത് സ്ത്രീകളുടെ കൂട്ടായ്മയിൽ സ്ത്രീകളുടെ മുൻകൈയിൽ രചിക്കപ്പെട്ട ഒരു നാടകത്തിൽ അതിശക്തമായിട്ട് ആവിഷ്കരിക്കപ്പെടുകയാണ്. അങ്ങനെ പെണ്ണവസ്ഥകളെ കുറിച്ച് മാത്രമല്ല ഈ നാടകം പറയുന്നത്. ഞാൻ ഏറെ വിസ്തരിച്ച് സംസാരിക്കണില്ല, എല്ലാവർക്കും സംസാരിക്കേണ്ടതുണ്ട്. ഇതിൽ ദേവകിയുടെ ഭർത്താവായി കടന്നു വരുന്ന വക്കീല് വാൾപ്പയറ്റ് പരിശീലിക്കാൻ പോകുന്നത് RSSന്റെ കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ രാഷ്ട്രീയ സ്വയം സേവകനാകാൻ പരിശീലനം ചെയ്യുന്ന ആ വക്കീൽ എന്ന കഥാപാത്രം ഏത് നിലയിലാണ് ഭാര്യയോട് പെരുമാറുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ മർദ്ദകമായിട്ടുള്ള, കൂടുമ്പോൾ ഇമ്പമുള്ളതെന്നൊക്കെ ഭംഗിയായിട്ട് പറയുമെങ്കിലും മർദ്ദകമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് പ്രവർത്തിക്കുന്ന കുടുംബം, ആ കുടുംബം എങ്ങനെ അത് നിഷേധിച്ചുകൊണ്ട് കുടുംബത്തെ പുനർനിർവചിച്ചുകൊണ്ട് കൂടുതൽ സ്നേഹത്തിലും സാഹോദര്യത്തിലും സമഭാവനയിലുമൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അതിനെ പുനർനിർവചിക്കാനും പുനർവിഭാവനം ചെയ്യാനുമൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു കൃതിയായിരുന്നു തൊഴിൽ കേന്ദ്രത്തിലേക്ക്. നമ്മുടെ ഒരുപാട് സർഗാത്മക കൃതികൾ ആ ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. രാമായണം തൊട്ടിങ്ങോട്ട് നിരവധിയുണ്ട്. കുടുംബം വല്ലാതെ പക്ഷപാതപരമായ നിലയിൽ വിവേചനങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ, അസമത്വ ജടിലമാകുമ്പോൾ അതിനെതിരെ എങ്ങനെയാണ് സ്ത്രീ കഥാപാത്രങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് നോക്കിയാൽ മതി. സീത രാമനെ ഉപേക്ഷിച്ച് അമ്മയായിട്ടുള്ള ഭൂമിദേവിയുടെ കൂടെ തിരോധാനം ചെയ്തു. അതുപോലെ ഇബ്സന്റെ ഡോൾസ് ഹൗസിൽ നോറ എന്ന കഥാപാത്രം കുടുംബത്തിൻ്റെ വാതിലുകൾ തുറന്ന് പിന്നെ അടച്ച് അവിടെ നിന്ന് നിഷ്ക്രമണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുടുംബം എന്നുള്ളത് പഴഞ്ചൻ മാമൂലുകളുടെയും അതിയാഥാസ്ഥിതികതയുടെയും ഇരിപ്പിടമാകുമ്പോൾ അവിടെ നിന്നുള്ള ബഹിർഗമനം, തൊഴിൽ കേന്ദ്രത്തിലേക്കുള്ള സജീവ യാത്ര സമൂഹത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്കുള്ള യാത്രയാകുന്നു, സ്വതന്ത്ര വ്യക്തിത്വത്തിലേക്കുള്ള യാത്രയാകുന്നു എന്ന് തൻ്റെ ഇടത്തോടു കൂടി ഉദ്ഘോഷിക്കാൻ മിടുക്ക് കാണിച്ച കുറേയേറെ സ്ത്രീകൾ രചിക്കുകയും നടിക്കുകയും എല്ലാ ആവിഷ്കാരത്തിൻ്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുകയും ചെയ്ത ഒരു നാടകം. ആ നാടകത്തെക്കുറിച്ച് കാമ്പുള്ള പഠനങ്ങളാണ് ബീന ഇവിടെ സമാഹരിച്ചിട്ടുള്ളത്. എൻ്റെ അറിവിൽ പറ്റിയിടത്തോളം നമ്മുടെ സമൂഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് വിദൂര വിസ്മൃതിയിലേക്ക് പോയ ഈ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം വീണ്ടെടുത്തതിൽ ബീനയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അയ്യന്തോള അപ്പൻ തമ്പുരാൻ സ്മാരക ലൈബ്രറിയിൽ നിന്ന് ബീന കണ്ടെടുത്ത തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകം പിന്നീട് ചർച്ച ചെയ്യാൻ ഇടയായി എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും അതിൻ്റെ പിന്നാലെ നടക്കാനും അത് വീണ്ടും അതിൻ്റെ രാഷ്ട്രീയ മാനങ്ങൾ അതിശക്തിയോടെ ഉച്ചരിക്കാനും തയ്യാറായിട്ടുള്ള ബീനയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇതിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള PS ശ്രീകല ഉൾപ്പെടെയുള്ള എല്ലാവരെയും സ്നേഹാദരപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, ബഹുമാന്യയായ മന്ത്രി, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, 5 മിനിറ്റും 16 സെക്കൻഡാണ് നമുക്ക് അവശേഷിക്കുന്നത്. വളരെ ചുരുക്കി മാത്രം പറയാം. നവോത്ഥാന കാലത്തെ 2 മഹത്തായിട്ടുള്ള സ്ത്രീ മുന്നേറ്റത്തിൻ്റെ സർഗാത്മക അടയാളങ്ങളാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും തൊഴിൽ കേന്ദ്രത്തിലേക്കും. നമ്മളിവിടെ തൊഴിൽ കേന്ദ്രത്തിൽ ഈ 2 നാടകങ്ങളെക്കുറിച്ചാണ് അധികവും നമുക്ക് സംസാരിക്കേണ്ടി വരിക. പക്ഷേ കാലത്തിൻ്റെ ഒരു അനിവാര്യത എന്ന നിലയിൽ തന്നെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഈ നാടകം കണ്ടെത്തുകയും ആ കണ്ടെത്തിയ നാടകത്തെ സ്വകാര്യമായി സൂക്ഷിക്കാതെ കേരള സമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കുകയും അതിനെ സംബന്ധിക്കുന്ന വിവിധ പഠനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്
പുസ്തക രൂപത്തിൽ അത് നമ്മുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്ത ശ്രീമതി ഡോക്ടർ ബീന വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും ചരിത്രപരമായിട്ടുള്ള ഒരു ദൗത്യം നിയോഗം ആണ് നിർവഹിച്ചിരിക്കുന്നത്. ഒരു വലിയ ഉത്തരവാദിത്തമാണ്, സാമൂഹിക ഉത്തരവാദിത്തമാണ് നിർവഹിച്ചിരിക്കുന്നത്. തൊഴിൽ കേന്ദ്രത്തിലേക്ക് പോകാൻ തയ്യാറായ സ്ത്രീകൾ, തൊഴിൽ കേന്ദ്രം രൂപീകരിക്കാൻ തയ്യാറായ സ്ത്രീകൾ 1940കളിൽ നിന്ന് 2023 എത്തുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് തൊഴിൽ കേന്ദ്രം എന്നത് വർക്ക് നിയർ ഹോം എന്ന സംവിധാനമാക്കി മാറ്റി തൊഴിലരങ്ങത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലം കൂടിയാണിത് എന്നത് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൻ്റെ കാലിക പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് വർക്ക് നിയർ ഹോം, വീടിനടുത്തിരുന്ന് ഒരു കൂട്ടം സ്ത്രീകൾക്ക് വിശേഷിച്ച് വിദേശത്തുൾപ്പെടെയുള്ള ജോലികൾ നിർവഹിക്കാൻ കഴിയുന്ന കേന്ദ്രം എന്ന നിലയിൽ സാമ്പത്തിക സ്വാശ്രയത്വത്തിൻ്റെ വലിയൊരു സന്ദേശമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് നൽകിയത് എങ്കിൽ ആ സാമ്പത്തിക സ്വാശ്രയത്വത്തിന് ഉള്ള വിലങ്ങുതടികളായി നിൽക്കുന്ന ഗാർഹികമായ ഉത്തരവാദിത്തങ്ങൾ, മുമ്പ് ബിന്ദു ടീച്ചർ സൂചിപ്പിച്ചതുപോലെ അടുക്കളയെ മാത്രമല്ല വീടിനെ ആകെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുന്ന സ്ത്രീകളെ കുറിച്ച് ടീച്ചർ സൂചിപ്പിച്ചല്ലോ. കേരളത്തിലെ സ്ത്രീകൾക്ക് ആ അനുഭവം വളരെ സ്വന്തം അനുഭവം ആയതുകൊണ്ട് തന്നെ അത് വളരെ വ്യക്തമാണ്. അപ്പം അത്തരം സ്ത്രീകൾക്ക് വീടിനടുത്തിരുന്ന് സാമ്പത്തിക ഒരു വരുമാനം, അവനവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വരുമാനമൊക്കെ നേടാൻ കഴിയുന്ന വിധത്തിൽ അത്തരം പുതിയ ആശയങ്ങൾ, അത് നവോത്ഥാന കേരളത്തിൽ നിന്ന് നവകേരളത്തിലേക്കുള്ള മുന്നേറ്റമാണ്. അങ്ങനെയുള്ള ഒരു തുടർച്ച കൂടിയാണ് ഇന്ന് നമ്മുടെ കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുക്കളയിൽ നിന്ന് കൊതുമ്പും ചൂട്ടും അടുപ്പുമൊക്കെയായി അരങ്ങിലെത്തുന്ന സ്ത്രീകളെയാണ് നമ്മൾ പൊങ്കാല പോലെയുള്ള ആചാരങ്ങളുടെ ഭാഗമായി കാണുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം കഴിവും വിദ്യാഭ്യാസവും സാമൂഹിക ഉൽപാദന പ്രക്രിയയിൽ വിനിയോഗിക്കാൻ ശേഷിയുള്ള സ്ത്രീകളെയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം ആ ആശയമാണ് മുന്നോട്ട് വെച്ചത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നവകേരളത്തിലേക്ക് ആ സ്ത്രീകളെ നയിക്കാൻ പുതിയ കാലത്തിൻ്റെ ജ്ഞാനസമൂഹത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹമാണ് കേരളം എന്ന തിരിച്ചറിവിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കിനും തൊഴിൽ കേന്ദ്രത്തിലേക്കിനും അതുപോലെ തൊഴിലരങ്ങത്തേക്ക് എന്നതിനും വലിയ പ്രസക്തിയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു, ഡോക്ടർ PS ശ്രീകല, ശ്രീ ഷിബൂത്ത് ശ്രീധർ, ഡോക്ടർ ബീന, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയത്തും 19ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും അവസാനത്തെ ദശകത്തിൻ്റെ അവസാന സമയത്തും വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് തൊഴിൽ എന്ന് പറയുന്നത്. വേല, കൂലി, പണി ഇങ്ങനെയൊക്കെയുള്ള വാക്കിൽ നിന്ന് തൊഴിലാളി, തൊഴിൽശാല തുടങ്ങിയ സംജ്ഞ ഇവിടെ സമൂഹത്തിൻ്റെ ഒരു ബോധ്യങ്ങളിലേക്ക് വരികയും അത് ഒരാളുടെ സ്വത്വത്തെ അടയാളപ്പെടുത്തുന്ന, അതായത് തുല്യ വേതനം വേണം, അതായത് അധ്വാനത്തിനനുസരിച്ചുള്ള വേതനം വേണം എന്നുള്ള രീതിയിലേക്ക് മാറുകയും അങ്ങനെ ഒരു തൊഴിലെന്ന് പറയുന്ന ഒരു അവകാശമായി അനുഭവപ്പെടുകയും ചെയ്ത കാലത്തു നിന്നാണ് ഈ 1948 ഈ നാടകം ഉണ്ടാകുന്നത്. ഈ നാടകത്തിന് ഒരു പ്രത്യേകത, ഇത് കണ്ടെത്തിയ, എനിക്ക് തോന്നുന്നത് അപ്പൻതമ്പുരാൻ ലൈബ്രറിയിൽ നിന്ന് നാടകത്തെ കണ്ടെത്തിയ ഡോക്ടർ ബീനയെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് ബീനയ്ക്ക്. കാരണം അത് വലിയൊരു കണ്ടെത്തൽ തന്നെയാണ്. ചരിത്രപരമായ ഒരു നിശബ്ദത അല്ലെങ്കിൽ ഒരു തമസ്കരണത്തെ അല്ലെങ്കിൽ ഇരുട്ടിലാണ്ട് പോകലിനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ചരിത്രപരമായ ഒരു ദൗത്യം ഡോക്ടർ ബീന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഘട്ടമാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നാടകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനങ്ങളുടേതായ ഈ സമാഹാരം വരുന്നത്. അപ്പോൾ പക്ഷേ അതെനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു സ്ത്രീ അനുഭവ കർത്തൃത്വം എഴുത്തിടത്തിൽ അന്വേഷിക്കലിൻ്റെ ഒരു ഘട്ടമാണ് ചരിത്രപരമായ നിശബ്ദതകളെ തിരിച്ചറിയുക എന്നുള്ളത്. അത്തരം ഒരു നിശബ്ദതയെ ശബ്ദമുള്ള ഒന്നാക്കി മാറ്റിയ കർമ്മം നടത്തിയ ഡോക്ടർ ബീനയെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് ഒരു ചരിത്രഘട്ടം കൂടിയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ശ്രീകല ടീച്ചറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീയുടെ ഇടത്തെ സംബന്ധിച്ച്
നമുക്കറിയാം ഇത് 948 വരും. 938 കാഞ്ഞിരപ്പള്ളിയിൽ നിന്നൊരു സ്ത്രീ ഇവിടെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ വോളണ്ടിയർ ജാഥ നയിക്കുന്നത്. പുറത്തേക്ക് വരുന്ന സ്ത്രീകൾ, നമ്മളത് കഴിഞ്ഞ് വിദ്യാഭ്യാസം നേടുന്നു, തൊഴിലാളി പലതരം ഔദ്യോഗിക മേഖലകളിലുള്ള സ്ത്രീകളാകുന്നു. പക്ഷേ സ്ത്രീകൾക്ക് ഈ തരത്തിലുള്ള സ്വന്തമായ വരുമാനവും വേതനവും ഉണ്ടാകുന്നതിനനുസരിച്ച് അവരുടെ സാമൂഹ്യ അനുഭവത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ ബോധത്തിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളിൽ എത്രമാത്രം മാറ്റമുണ്ടായി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു വീട്ടമ്മ വരുന്നുണ്ടോ? തങ്ങളുടെ ഈ ശമ്പളം എന്ന് പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ഒന്നാണ് എന്ന് വിചാരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അധ്വാനം, എൻ്റെ സന്തോഷം വേണം. പക്ഷെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച് വിമൻ ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നാടകത്തിൻ്റെ പ്രത്യേകത അതാണ്. ഒരു സ്ത്രീയെ അവരുടെ ഇഷ്ടമില്ലാത്ത ഒരു ആശയപരമായി വളരെ പഴയ ഒരാളിൻ്റെ ഭാര്യ ആകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി തൊഴിലിലേക്ക് കൊണ്ടുപോകുന്ന അതിന് ഒരു സ്ത്രീ സാഹോദര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിമൻ ഫ്രറ്റേണിറ്റിയുടെ ഒരു പ്രമാണരേഖ പോലെയുള്ള ഈ നാടകത്തെ കണ്ടെത്തുക ബീന. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും ഇവിടെ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്ന വേദിയിൽ 4 സ്ത്രീകളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു, പൊതുവേ നമ്മളുടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് പറയുന്നതല്ല, നമ്മുടെ പൊതുവിടത്തിലെ അധികാര കർത്തൃത്വത്തിൻ്റെ ഇടങ്ങളിൽ ചിഹ്നശാസ്ത്രപരമായി സ്ത്രീ അടയാളപ്പെടുത്തുക, പ്രതിനിധാനം ചെയ്യപ്പെടുന്നതിൻ്റെ സ്വഭാവം എന്ത് എന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സ്റ്റേജിന് അതിൻ്റെ സീമിയോളജി വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഈ നാടകം പോലെ തന്നെ എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും ബീനയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് ഇത്രയും ഒരു വിമൻ ഫ്രറ്റേണിറ്റി ഉള്ളൊരു മിനിസ്റ്ററും ഇല്ല. കാരണം അത് ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല. എനിക്ക് അത്ര ഭയങ്കര ഗാഠമായ, ഇവർക്കൊക്കെ ഉള്ള പോലെ വലിയ ഗാഠമായ ബന്ധമൊന്നുമില്ല. പക്ഷേ അവരൊരു മിനിസ്റ്ററോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അവരുടെ സെക്രട്ടറി ഉണ്ട്, ചോദിച്ചാൽ അതിനോട് പോസിറ്റീവായിട്ട് പെട്ടെന്ന് മറുപടി പറയുന്ന, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മളോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹോദര്യമുള്ള ഒരു മന്ത്രിയാണ് പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ ആർ ബിന്ദു. ശ്രീകല സുഹൃത്താണ്. അപ്പോൾ ഈ എനിക്കൊന്ന് അറിവിനെ ആഘോഷിക്കുന്ന നമ്മൾ ഒരുപാട് കാര്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ കേരളം ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ഒരു 25 വർഷം തീരാൻ പോകുന്ന ഈ സമയത്ത് ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യേണ്ടതും ഏറ്റവും അധികം ആവിഷ്കരിക്കേണ്ടതും പരിവർത്തനക്ഷമമായ അറിവിൻ്റെയും ശാസ്ത്രീയമായ യുക്തിയുടെയും സാധ്യതകളെയാണ്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, നന്ദി പറയുകയാണ്. അതിന് മുൻപ് ഒരു വാക്ക് മാത്രം പറയട്ടെ. 1982 ഇങ്ങനെ ഒരു പുസ്തകമുണ്ടെന്നും ഇങ്ങനെ ഒരു സംരംഭം സ്ത്രീകൾ മാത്രം ചേർന്ന് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു എന്നുമുള്ള ഒരു അറിവ് എനിക്ക് ലഭിക്കുന്നത് 1948 നടന്നിരുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചുള്ള രേഖകളെല്ലാം അപ്പോഴേക്കും നഷ്ടപ്പെട്ടു പോയിരുന്നു. പരിയാനംപറ്റയുടെ വീട്ടിൽ നിന്നും പോലീസ് റെയ്ഡിൽ കെട്ടിപ്പോയതുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പിയും ആരുടെ കയ്യിലും അവശേഷിച്ചില്ല എന്നാണ് ഞാൻ അന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. പക്ഷേ കാലം എനിക്ക് വേണ്ടി അത് കാത്തു സൂക്ഷിച്ചതായിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി അതിവിടെ സൂചിപ്പിക്കേണ്ടായി. തൃശ്ശൂർ അപ്പൻ തമ്പുരാൻ വായനശാലയിൽ നിന്ന് 2000 എൻ്റെ കയ്യിൽ ഇത് വന്ന് ചേരുമ്പോൾ ഏറെ അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു അതെനിക്ക്. പിന്നെയും അല്പം കൂടി കാത്തു നിൽക്കേണ്ടി വന്നു അത് പുനഃപ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ കോപ്പികൾ വേറെ ആരുടെയും കയ്യിലുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ കണ്ടുകിട്ടാനായില്ല. അപ്പോൾ പുനഃപ്രസിദ്ധീകരിക്കണമെങ്കിൽ 60 വർഷം കഴിയണമെന്നുള്ളൊരു നിയമമുള്ളത് കൊണ്ട് അത് കാത്തിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് മാത്രമാണ് 2008 ഇതിൻ്റെ പുനഃപ്രസിദ്ധീകരണം നടക്കുകയും വളരെ വലിയ രീതിയിൽ അന്ന് ഈ നാടകത്തിൽ അഭിനയിച്ചിരുന്ന എല്ലാ സ്ത്രീകളെയും
സംഗീത നാടക അക്കാദമിയുടെ അങ്കണത്തിൽ കൊണ്ടുവന്ന് ആദരിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിച്ചത്. ഇന്നിപ്പോൾ അതിൽ കാവുങ്കര ഭാർഗവി എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വിശേഷിപ്പിച്ച ആ ഒരു സ്ത്രീ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത്. ബാക്കി എല്ലാവരും കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയി. അവരെയെല്ലാം ഞാൻ ഓർത്തുകൊണ്ട് ഇവിടെ എൻ്റെ ഈ സംരംഭത്തിന് എല്ലാ സഹായവും ചെയ്തു തന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ശ്രീരാജ് നന്ദി പറയും. അനുവദിച്ച സമയം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പരിപാടി മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഷിബു ശ്രീധർ സാറാണ്. സാറിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്തത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മാഡമാണ്. മാഡത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. പുസ്തകം സ്വീകരിച്ചത് ഡോക്ടർ പി എസ് ശ്രീകല മാഡമാണ്. മാഡത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ അറിയിക്കാൻ ഇവിടെ എത്തിയത് ഡോക്ടർ മ്യൂസ് മേരി ജോർജാണ്, സർവ്വവിജ്ഞാനകോശം ഡയറക്ടറാണ്. മാഡത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ ചടങ്ങിൻ്റെ തന്നെ കാരണക്കാരിയായ ഡോക്ടർ ബീന മാഡം ഉണ്ട്. മാഡത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ സ്വാഗതം പറഞ്ഞത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസർച്ച് ഓഫീസറായിട്ടുള്ള രമ്യ മാഡമാണ്. മാഡത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.